ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ കൊച്ചു വലിയ സർപ്രൈസിലോട്ട് പോവാം. നമുക്ക് സർപ്രൈസിന് പോകാനായിട്ട് റോട്ടിൽ ഇതേ ഇങ്ങനെ കാത്തു നിൽക്കണ കേട്ടോ. ഞാൻ കണ്ണനെ കാത്തു കയറുന്നു, അവനോടി വന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കണ്ണൻ വന്നതിന് ശേഷം നമ്മുടെ കൊണ്ടാട്ടത്തിലേക്കുള്ള ലോങ് വീഡിയോ ഒക്കെ എടുത്ത് അതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. നമ്മുടെ സർപ്രൈസ് ആർക്കാണെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലല്ലോ. നമ്മുടെ കൊണ്ടാട്ടത്തിൽ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഷോർട്സ് ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമ്മുടെ വലിയ കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. വലിയ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും വലിയ വിചാരിക്കണേ ഇല്ല, സ്വപ്നത്തിൽ പോലും വിചാരിക്കണില്ല എന്നുള്ളത് ദേ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ദേ വലിയക്ക് വേണ്ടിയിട്ട് കേക്കൊക്കെ മേടിച്ചിട്ടാണ് ഞാനും സുധും കൂടി വന്നത്. എന്നിട്ടാണ് കണ്ണനെയും കാത്തൊക്കെ നിന്ന് ശ്രുതിയുടെ അടുത്തൊക്കെ കയറി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്ന പോലെ. ശ്രുതിക്കും അറിയാം, എല്ലാവർക്കും അറിയാം, വലിയക്ക് മാത്രം അറിയാൻ പാടില്ല. പിന്നെ അമ്മയുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നിട്ട് അവിടെ ഓണക്കളിയുടെ ടീം എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ 2-3 പേർക്ക് മാത്രം അറിയാൻ പാടുള്ളൂ വലിയുടെ ബർത്ത്ഡേ ആണെന്ന്. പിന്നെ ഞങ്ങളെല്ലാവരോടും പതിയെ പറഞ്ഞു വലിയുടെ ബർത്ത്ഡേ ആണ്, നമുക്ക് ബർത്ത്ഡേ സോങ് ഒക്കെ പാടണമെന്ന് പറഞ്ഞ് ഇതേ ഞാൻ റോട്ടിൽ നിന്നാണ് കേട്ടോ കേക്ക്. ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ബർത്ത്ഡേ സർപ്രൈസിലെ ഏറ്റവും ആദ്യത്തെ ഒരു വലിയ അനുഭവമാണിത്. റോട്ടിൽ നിന്ന് നമ്മൾ കേക്ക് ഇങ്ങനെ ക്യാൻഡിലൊക്കെ കത്തിച്ച് കൊണ്ടുവരാമെന്നുള്ളത്. വലിയതേണെങ്കിൽ അവിടെ വണ്ടടിച്ചിരിക്കണേ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ദേ ഈ നമ്മൾ പ്രായവരുടെ മുഖത്ത് ഈ കാണുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അതുതന്നെ ജീവിതത്തിൽ എന്തിനേക്കാളും വലുതാണെന്ന് എനിക്ക് തോന്നിപ്പോണ്. അയ്യോ വികാരഭരിതമായിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കണു. അയ്യോ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. എന്നാലും ദേ നമുക്കെന്നാൽ കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാനായിട്ട് ദേ വലിയനോട് പറഞ്ഞപ്പോൾ അയ്യോ നിങ്ങൾക്കിത് ഓർമ്മയുണ്ടായിരുന്ന എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയടാ. അങ്ങനെ ദേ വലിയ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കണേട്ടാ. നല്ല സാരിയല്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ കണ്ണൻ പറയാണ്ട് പിന്നെ ഇപ്പോൾ സാരിയെ കൊടുത്ത് റെഡിയാക്കി നിർത്തിയിട്ട് സർപ്രൈസ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേ നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ പോകണം. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പുറത്ത് വെച്ചും കേക്ക് മുറിക്കണത്. പുറത്ത് വെച്ച് കണ്ണൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ മുറിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കേക്ക് മുറി ആദ്യമായിട്ടാണ്. വലിയ ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ വലിയക്ക് വിറക്കണുണ്ടാകുന്നൊരു സംശയം. പിന്നെ എനിക്കും അതായിട്ട് ഇങ്ങനെ വലിയടാ ഇത് കണ്ടപ്പോഴേ. അപ്പോൾ വലിയാണെങ്കിൽ ആദ്യം അമ്മക്ക് വെച്ച് കൊടുക്കാൻ പോകണം, അമ്മയാണെങ്കിൽ ബർത്ത്ഡേ ഗേളിന് വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ വോയിസ് ഓവറിൻ്റെ പുറകെ നടക്കണത് ഭയങ്കര ഒരു സംഭവം തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ സമയം ബർത്ത്ഡേ സോങ് തന്നെയായിരുന്നു കേട്ടോ. അതിനുശേഷം വലിയക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അറിഞ്ഞവരൊക്കെ ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ദേ ഗിഫ്റ്റൊക്കെ ഇത് നമ്മുടെ ആൻറ്റി കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. ആൻറ്റി നേരത്തെ അറിഞ്ഞിട്ടുണ്ടായി. ആൻറ്റീനെ നേരത്തെ ഞങ്ങൾ വഴിയിൽ വെച്ച് കൂട്ടിയിട്ടാണ് എൻ്റെ കൂടെ തന്നെയാണ് വന്നത്. അങ്ങനെ ദേ നമ്മൾ വീട്ടിൽ നിന്ന് അപ്പം തന്നെ പോകുന്ന കേട്ടോ. സുധുവിന് നാളെ പരീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ അധികം സമയം അവിടെ നിന്നില്ല. കുറച്ച് നേരമൊക്കെ ഇരുന്ന് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നമ്മുടെ ശ്രുതിക്കുട്ടിക്കുള്ള കേക്കുമായിട്ട് വന്നിട്ടുണ്ട്. അവൾക്ക് ഷുഗർ ആയതുകൊണ്ട് തന്നെ കേക്ക് കഴിക്കാൻ പാടില്ല, എന്നാലും അവൾക്കൊരു ചെറിയ കഷ്ണം ചെറുതൊന്ന് തൊട്ടോ എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നൊക്കെ കൊടുത്തതിന് ശേഷം അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോവേണ്ട. ഇനി അടുത്ത വീഡിയോ കാണാം.